ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് BCA ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് മൊഡ്യൂൾ 5 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതിലെ പാർട്ട് 1 ആണ്. 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വല്ലാതെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് മാറും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ലാസ്റ്റ് മൊഡ്യൂൾ ആണ് കേട്ടോ. അതിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു ഡിസൈഡ് ആയിട്ട് അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ്, എന്താണ് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗോളിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്, ഒരു നമ്പർ ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഇത്ര എമൗണ്ടിൽ നമുക്ക്, ഇത്ര ചെലവിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒരു ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് ആക്ച്വൽ കോസ്റ്റുമായി കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിൽ വാരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്തുകയും വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ യൂസസ് ഒന്ന്, നമ്മുടെ പ്രൈസ്, ഒരു പ്രൊഡക്ട്സിന് എത്ര പ്രൈസ് ഈടാക്കാം, അതിന്റെ പ്രൊഡക്ഷൻ പോളിസീസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കമ്പാരിസൺ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റയെ തമ്മിൽ, യഥാർത്ഥത്തിലുള്ള ഡാറ്റയും നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ട് എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് അല്ലെങ്കിൽ ദൂരെയാണ് നമ്മൾ സ്റ്റാൻഡേർഡിൽ നിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ദെൻ കോസ്റ്റ് കോൺഷ്യസ് ആയിരിക്കും, നമ്മുടെ ചെലവിനെ കുറിച്ച് നല്ല അവബോധമുള്ളവരായിട്ട് മാറും. ദെൻ ബെറ്റർ കപ്പാസിറ്റി ടു ആൻറ്റിസിപ്പേറ്റ്. ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മാർക്ക് നിങ്ങൾ പ്രിഡിറ്റർമൈൻഡ് ആയിട്ട് മുൻകൂട്ടി വെച്ചു, 80ൽ ഇത്ര മാർക്ക്, ഒരു 60 മാർക്ക് ഞാൻ അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ 65 മാർക്ക് അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് 65ൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എത്ര നേടി. അപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡേർഡും ആക്ച്വൽ മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ നിങ്ങളുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തണോ, അതോ എന്താണ്, എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട്, എന്താണ് അതിന്റെ കാരണങ്ങൾ, അങ്ങനെ മനസ്സിലാക്കില്ലേ. അതേപോലെ ഇവിടെ നമുക്ക് കോസ്റ്റ്, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചെലവാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്നു, ആ കോസ്റ്റിനെ കുറിച്ച് നല്ല കോൺഷ്യസ് ആവുന്നു. ദെൻ നമ്മുടെ ഭാവിയിലെ കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കും. ദെൻ അടുത്തത് ബെറ്റർ എക്കോണമി, എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഉൽപാദനക്ഷമത, നമ്മുടെ കാര്യക്ഷമത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നു. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വവും അധികാരമൊക്കെ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യില്ലേ, അതിനെയാണ് എന്ത് പറയാ, ഡെലിഗേഷൻ എന്ന് പറയും. അപ്പോൾ ഓരോ മെയിൻ ആയിട്ടുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യും, മിഡിൽ ലെവൽ മാനേജ്മെന്റുമായിട്ട് അധികാരം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഓരോരോ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പൊ അവരിലേക്ക് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് അവർക്ക് അത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ട് കൊടുക്കില്ലേ, അതാണ് എന്ത് പറയുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന് എന്ത് ചെയ്താൽ മതി, എല്ലാ കാര്യത്തിലും തലയിടേണ്ട, എന്ത് മാത്രം നോക്കിയാൽ മതി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ആ ഒരു റൂളിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അപ്പോൾ ഏതാണ് ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സ്റ്റാൻഡേർഡിൽ താഴെയാണോ സ്റ്റാൻഡേർഡിൽ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് കുറവുള്ള കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യുക, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറയാനുള്ളത് വേരിയൻസ് അനാലിസിസ് ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യാനും അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടെക്നിക്കാണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ 2 തരം കേസസ് ഉണ്ടാവും, ഫേവറബിൾ കേസസ് ഉണ്ടാവും, അൺഫേവറബിൾ കേസസ് ഉണ്ടാവും. ഫേവറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണെച്ചാൽ ഫേവറബിൾ കേസസ് ആയിരിക്കും. അതല്ല ആക്ച്വൽ കോസ്റ്റ് കൂടുതലാണ് സ്റ്റാൻഡേർഡിനേക്കാളും വെച്ചാൽ അൺഫേവറബിൾ കേസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് കേസ് എന്ന് പറയാം. അഡ്വേഴ്സ്, ഫേവറബിൾ കേസും അഡ്വേഴ്സ് അല്ലെങ്കിൽ അൺഫേവറബിൾ വേരിയൻസ്. ഇനി യൂസസ് ഓഫ് വേരിയൻസ് അനാലിസിസ്. വേരിയൻസ് അനാലിസിസിന്റെ യൂസസ് ഒന്ന്, ആക്ച്വലും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ പ്ലാനിങ് പ്രോഗ്രാംസിനൊക്കെ ബേസ് ആണ്.
അടുത്തത് കോസ്റ്റ് കോൺഷ്യസ് ആയിരിക്കും ചെയ്യും. ഇനി അടുത്തത് പ്രോബ്ലം പാർട്ടാണ്. ഈ ഭാഗത്ത് നിന്ന് ധാരാളം പ്രോബ്ലം ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോബ്ലത്തിൽ ഞാൻ ഏതൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു ഐഡിയ തരും. അതിനുശേഷം പിന്നെ അതിന്റെ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഫോർമുല അറിയെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നിറയെ ഫോർമുലേഴ്സ് ആണ്. ആ ഫോർമുല നന്നായിട്ട് അങ്ങ് പഠിച്ചു പോവുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മെറ്റീരിയൽ വേരിയൻസിനെ കുറിച്ചാണ്. മെറ്റീരിയൽ വേരിയൻസ് അതില് ആദ്യത്തത് ഒരു മിനിറ്റ്, അതാണ് മെയിൻ ഹെഡിങ്. അപ്പൊ അതില് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ട്, പ്രൈസ് വേരിയൻസ് ഉണ്ട്, യൂസേജ്, മിക്സ്, ഈൽഡ്. അതില് നിങ്ങൾ ഇത്രയെങ്കിലും പഠിക്കുക. ഈ പറഞ്ഞ ഈ മൂന്നെണ്ണല്ലേ, മൂന്നെണ്ണം ചെയ്താൽ തന്നെ നമുക്ക് ഒരു 3/4 ഭാഗം മാർക്ക് കിട്ടിയല്ലോ. ഇത് മൂന്നും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഓർഡറും പഠിച്ചേക്കുക. ആദ്യം മെറ്റീരിയൽ കോസ്റ്റ്, ഇത് ഫോർമുല തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡർ പഠിച്ചേക്കാൻ പറഞ്ഞത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് വേരിയൻസ്, പിന്നെ യൂസേജ് വേരിയൻസ്, അത് കഴിഞ്ഞാൽ മിക്സ്, ഈൽഡ്. ഓക്കെ, ആദ്യം കോസ്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റാൻഡേർഡ് and cost of direct material specified for the output achieved and actual cost of direct material used. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വിച്ച് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, എത്രയാണ് പ്രൈസ് ഇതാക്കുക എന്നുള്ളത്. ആ മെറ്റീരിയൽ വാങ്ങാൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്തു, പക്ഷെ ആക്ച്വൽ നമുക്ക് ഇത്രേ വന്നു. അത് തമ്മിലുള്ള ഡിഫറൻസ്. യൂസേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കാമെന്ന് ആദ്യം ഡിറ്റർമിൻ ചെയ്ത് ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇത്ര ക്വാണ്ടിറ്റി. അപ്പൊ അത് പക്ഷെ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കൂടുതലോ കുറവോ. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്പർ ഓഫ് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. അതായത് ഇപ്പൊ ഒരു സംഭവം, ഒരു സാധനം ഉണ്ടാക്കാൻ ഒന്നിലധികം റോ മെറ്റീരിയൽസ്, അപ്പൊ അതിന്റെ കൂട്ടത്തെയാണ് എന്ത് പറയാ, മിക്സ് എന്ന് പറയാം. ഓരോന്നും സെപ്പറേറ്റ് ഇതേപോലെ കോസ്റ്റ് കാണണം, പ്രൈസ് കാണണം, യൂസേജ് കാണണം, എന്നിട്ട് അതെന്ത് ചെയ്യണം, പ്ലസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് കാണുന്നത്. ഇവിടെ 2 or more മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പ്രൊഡക്ട്സ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ ആൻഡ് ആക്ച്വൽ കോമ്പോസിഷൻ. ഇവിടെ സ്റ്റാൻഡേർഡും ആക്ച്വൽ കോമ്പോസിഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇത് പറയുന്നത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത്. അടുത്തത് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഈൽഡ് സ്പെസിഫൈഡും ആക്ച്വൽ ഈൽഡ് ഒബ്റ്റൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസിൽ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് വരാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ കണ്ടിജൻസീസ് ആണ്. നമ്മൾ അറിയാതെ നോർമൽ ആയിട്ടുള്ളതല്ലാത്ത അബ്നോർമൽ ആയിട്ടുണ്ടാവുന്ന ഇഷ്യൂസ്, സ്പോയിലേജ്, കെമിക്കൽ റിയാക്ഷൻ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഔട്ട്പുട്ടിൽ ഡിഫറൻസ് വരാം. അപ്പോൾ മെഷർ ഓഫ് ലോസ് ഓഫ് അല്ലെങ്കിൽ വെയിറ്റ് ഇൻ പ്രൊഡക്ഷൻ, അതാണ് എന്ത് പറയുന്നത്, മെറ്റീരിയൽ ലോസ് അല്ലെങ്കിൽ വേസ്റ്റ് വേരിയൻസ് കണ്ടെത്താനാണ് എന്ത് ഉപയോഗിക്കുന്നത്, മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. മേ ബി ചില സമയത്ത് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാറുള്ളൂ, ഇതിന്ന് പ്രോബ്ലം ആണ് ചോദിക്കാറ് കേട്ടോ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് ഇവിടുന്ന് മുതലാണ് ഇനി പഠിക്കേണ്ടത് ഫോർമുല. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. ഇതാണ് ഒന്നാമത്തെ ഫോർമുല, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് കാണുക, സ്റ്റാൻഡേർഡ് പ്രൈസിനെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. ഈ പോർഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, സ്റ്റാൻഡേർഡ് പ്രൈസിനെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ആക്ച്വൽ പ്രൈസിനെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. നന്നായി പഠിച്ചു പോവുക. ഇനി പ്രൈസ് വാരിയൻസ്.
ഇനി ഇതിന്റെ രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ പ്രൈസ് അല്ലേ പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും എന്ന് ഓർത്ത് വയ്ക്കാം. ഈ പ്രൈസ് യൂസേജ് കോസ്റ്റ് പറയുമ്പോൾ അത് അതേപോലെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. ഈ പ്രൈസ് വാരിയൻസ് യൂസേജ് പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ ബ്രാക്കറ്റ്, ഈ പ്രൈസ് യൂസേജിന്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഉണ്ടാവും. ആ ഫോർമുലയിൽ ബ്രാക്കറ്റ് ഉണ്ടെന്ന് ഓർക്കുക ആദ്യം. ഇനി പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പ്രൈസ് ആയിരിക്കും. യൂസേജിനെ കുറിച്ച് പറയുമ്പോൾ എന്താവും? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി പ്രൈസ്, അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. എന്താ ഉണ്ടാവുക? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ഫ്രണ്ടിൽ എന്ത് കൊടുക്കുക? ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പൊ എന്താ? മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലേ, മൈനസ് ആക്ച്വൽ പ്രൈസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് എന്ന് പറയുമ്പോൾ അപ്പൊ ക്വാണ്ടിറ്റി ഉള്ളിൽ കേട്ടോ. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതേപോലെ തന്നെ ഇവിടെ പ്രൈസ് ആണ് പകരം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. പക്ഷെ ഇവിടെ മാത്രം ആക്ച്വൽ ക്വാണ്ടിറ്റി വരും. പ്രൈസ് പറയുമ്പോൾ ഫ്രണ്ടിൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് ഇവിടെ എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഇവിടെ പ്രൈസ് എടുക്കേണ്ടത് എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് കേട്ടോ. ബ്രാക്കറ്റിന്റെ പുറത്ത് സ്റ്റാൻഡേർഡ് പ്രൈസ് എടുക്കുക. സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇനി മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. മെറ്റീരിയൽ മിക്സ് വാരിയൻസിന് കുറച്ചും കൂടി വലിയ ഫോർമുല ആയിരിക്കും. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ്, അതായത് നമ്മുടെ ആക്ച്വൽ ഇപ്പോൾ ഒന്നിലധികം പ്രൊഡക്ട്സ് റോ മെറ്റീരിയൽസ് ഉണ്ടാകുമ്പോഴാണ് മിക്സ് വാരിയൻസ് കാണുക. അതായത് മെറ്റീരിയൽ റോ മെറ്റീരിയൽ 1, റോ മെറ്റീരിയൽ 2, ABC എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റിയും തുല്യമാണോ നോക്കുക. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റിയും സെയിം ആണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം. ഏത് ഫോർമുല? മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇനി ഇത് രണ്ടും ഡിഫറെന്റ് ആണ് നോക്കൂ. ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ഡിഫറെന്റ് ആണ്. എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർമുല മാറും. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതായിരിക്കും ഫോർമുല. അപ്പൊ നമ്മൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണണം. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണാൻ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ ഒന്നല്ല കേട്ടോ, ഇവിടെ സ്റ്റാൻഡേർഡാണ്. ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇതാണ് ഫോർമുല കേട്ടോ. പിന്നെ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസിലും ഇതേപോലെ തന്നെ രണ്ടും സെയിം ആണെങ്കിൽ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഈൽഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഈൽഡ് മൈനസ് ആക്ച്വൽ ഈൽഡ്. ദെൻ സ്റ്റാൻഡേർഡ് ഈൽഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? ഗ്രോസ് ഔട്ട്പുട്ടിൽ നിന്ന് സ്റ്റാൻഡേർഡ് ലോസ് കുറയ്ക്കുക. ഇനി ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ സ്റ്റാൻഡേർഡ് ഈൽഡ് മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. എല്ലാ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുകയല്ലാതെ വേറെ നിവർത്തില്ല. ആദ്യത്തെ 3 പഠിക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ 3/4 ഭാഗം ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ നോക്കൂ, ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചർ ഓഫ് എ യൂണിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് എ എന്നുള്ള പ്രൊഡക്റ്റ് കേട്ടോ. ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ റോ മെറ്റീരിയൽ എത്ര വേണം? 16 കിലോ റോ മെറ്റീരിയൽ വേണം. 1 കിലോക്ക് എത്രയാണ്? 1 രൂപയാണ്. മനസ്സിലായോ? എസ്റ്റിമേഷൻ ആണ്. അപ്പൊ ഇതെന്താണ്? സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയുണ്ട്? 16 കിലോ. സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 1 കിലോ അല്ല 1 രൂപ. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 16, സ്റ്റാൻഡേർഡ് റേറ്റ് 1. അത് കിട്ടി. ഓൺ കംപ്ലീഷൻ ഓഫ് ദി യൂണിറ്റ്. ഇനിയിപ്പോ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 20 kg ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് എത്രയായിരുന്നു? 16 കിലോ മതി എന്നാണ് ആ സാധനം ഉണ്ടാക്കാൻ. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ 20 കിലോ ചെലവായി അല്ലേ? അപ്പൊ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയായി? 20 കിലോ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 16. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഇത്ര, സ്റ്റാൻഡേർഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ഇത്ര, ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? ആക്ച്വൽ റേറ്റ് ഇത്രയാണ്. അത് ആദ്യം തീരുമാനത്തിലാക്കുക. റോ മെറ്റീരിയൽ കോസ്റ്റിംഗ് 1.5, മറ്റെടുത്ത് 1. അപ്പൊ ആക്ച്വൽ കോസ്റ്റിംഗ് 1.5, സ്റ്റാൻഡേർഡ് കോസ്റ്റ്
1. ഇനി മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണ്. എന്തായിരുന്നു ഫോർമുല? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 16 ഇൻറ്റു 1 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 20 ഇൻറ്റു 1.5. അപ്പൊ നമുക്ക് ഇതിങ്ങനെ കിട്ടും. നമുക്ക് 16ൽ നിന്ന് 30 കുറയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ മൈനസ് ഇടേണ്ട, അഡ്വേഴ്സ് എന്ന് എഴുതിയാൽ മതി. മൈനസ് ഇട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും 16ന്ന് 30 കുറച്ചാൽ 14. എന്നിട്ട് -14 എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ അഡ്വേഴ്സ് എന്ന് ഇടുക. ഇത് പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? ഫേവറബിൾ എന്ന് കൊടുക്കുക കേട്ടോ. ഇനി മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇവര് ഫോർമുല കണ്ട് ഇപ്പുറത്ത് കിട്ടുകയാണ്, കുഴപ്പമില്ല. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? ആക്ച്വൽ 20 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 1 മൈനസ് 1.5. 1 1.5 കുറച്ചിട്ടുണ്ടെങ്കിൽ സൈന് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 1.5 കുറച്ചാൽ 0.5 കിട്ടും. 0.5 ഇൻറ്റു 20. അപ്പോൾ അത് മൈനസ് ആണ്. 0.5 മൈനസ് അല്ലേ? അപ്പോൾ 10 അഡ്വേഴ്സ്. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണ് അത് പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് പ്രൈസ് 1 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 16 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 20. അങ്ങനെ 4 അഡ്വേഴ്സ് കിട്ടും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ മെറ്റീരിയൽ പ്രൈസും മെറ്റീരിയൽ യൂസേജും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് കിട്ടണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം ശരിയായി എന്നർത്ഥം. ഇപ്പോൾ 4 അഡ്വേഴ്സും 10 അഡ്വേഴ്സും രണ്ടും നെഗറ്റീവാണ്. -4 പ്ലസ് -10 എത്ര കിട്ടി? -14 കിട്ടിയില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം കേട്ടോ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാണാനാണ്. ഒരുപാട് പ്രോബ്ലം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത് സമയം കുറവ്, പ്ലസ് നമ്മുടെ വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്ത് ആയി പോകും. അപ്പൊ മെറ്റീരിയൽ എ ഉണ്ട്, മെറ്റീരിയൽ ബി. ഞാൻ പറഞ്ഞില്ല, ഒന്നിലധികം മെറ്റീരിയൽ ഉണ്ടാകുമ്പോഴാണ് മിക്സ് കാണുക. പിന്നെ ഒന്നാമത്തേന്റെ സ്റ്റാൻഡേർഡും അതിന്റെ റേറ്റും തന്നിട്ടുണ്ട്, രണ്ടാമത്തേയും തന്നിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150. അപ്പൊ രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആണെങ്കിൽ മെറ്റീരിയൽ മിക്സ് കാണാൻ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് റേറ്റ് മെറ്റീരിയൽ എന്റെ ആദ്യം കാണാം. സ്റ്റാൻഡേർഡ് റേറ്റ് 12, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 90 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 100. മറ്റേത് ബിന്റെ അതേപോലെ കാണാം. സ്റ്റാൻഡേർഡ് റേറ്റ് 15, 60 മൈനസ് 50. ഇവിടെ 120 അഡ്വേഴ്സും കിട്ടും. അടുത്തത് 150 ഫേവറബിളും. അപ്പോൾ 1 നെഗറ്റീവ് 1 പോസിറ്റീവ് ആണ്. എത്ര കിട്ടും? 30 ഫേവറബിൾ കിട്ടും അല്ലേ? പോസിറ്റീവ് അല്ലേ വലുത് ഇതില്? ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് കാണാനാണ്. ഇതേ നോക്ക്, ഇതിൽ ഈൽഡ് കാണുകയാണെങ്കിൽ ഇത് ക്വാണ്ടിറ്റി നോക്കുക. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 80, 70 കൂടി 150, 60, 90 കൂടി കൂട്ടിയാൽ 150. പക്ഷെ സ്റ്റാൻഡേർഡ് ലോസ് 10% ഉണ്ട്. സ്റ്റാൻഡേർഡിൽ 150ൽ 15 പോയിട്ടുണ്ട്. 15 കുറച്ച് 135 അല്ലേ ഉണ്ടാവുക അല്ലേ? ഓക്കെ. ദെൻ ആക്ച്വൽ ഈൽഡ് എത്രയേ വരുന്നുള്ളൂ? 125 യൂണിറ്റേ വരുന്നുള്ളൂ. ഇനി നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് കാണാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അതല്ലേ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതിന്റെ മിക്സിന്റെ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ഒന്നാമത്തേന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാം പ്ലസ് രണ്ടാമത്തേന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാം. അപ്പൊ 80 ഇൻറ്റു 5 70 ഇൻറ്റു 9. അതാണ് ഈ മേലെ ചെയ്തു വെച്ചിട്ടുള്ളത്. നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും 150 ആണ്. അതിൽ നിന്ന് ലോസ് കുറച്ചു, അതിന്റെ 10% കുറച്ചു, ബാക്കി 135 ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടെ 7.63 ആണ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് കാണാം. സ്റ്റാൻഡേർഡ് റേറ്റ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ള? ആക്ച്വൽ ഈൽഡ്. ആക്ച്വൽ ഈൽഡ് 125 തന്നു. ദെൻ സ്റ്റാൻഡേർഡ് ഈൽഡ് നമ്മൾ കണ്ടെത്തി 135, 76.3. ഇനി ഇതേ ഒരു പ്രോബ്ലം കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, അതേപോലെ യൂസേജ് വാരിയൻസ് കേട്ടോ. ചെയ്തു നോക്കൂ, ബുദ്ധിമുട്ടുണ്ടാവില്ല.
നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ അടുത്തത് ലേബർ വേരിയൻസ്. ലേബർ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ലേബേഴ്സിന്റെ റേറ്റ് കൊടുക്കുന്നില്ല, അതിൽ ആക്ച്വൽ റേറ്റ് നമ്മൾ ഇത്ര കൊടുക്കാം, ഇത്ര രൂപയ്ക്ക് ഈ പണി പൂർത്തീകരിക്കാം, നമ്മൾ ഇതാവും ഒരു തൊഴിലാളിക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. ആക്ച്വലി കൊടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതെത്രയാണെന്ന് മനസ്സിലാക്കാനാണ് ലേബർ വേരിയൻസ് കാണുന്നത്. അതിൽ ലേബർ കോസ്റ്റ്, അതിന് വരുന്ന ചെലവ് നോക്കാൻ ലേബർ കോസ്റ്റ് വേരിയൻസ് ഉണ്ട്. പിന്നെ ലേബർ റേറ്റ് എത്ര റേറ്റിന് കൊടുക്കുന്നു, അത് സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാൻ. പിന്നെ ലേബർ ടൈം അല്ലെങ്കിൽ ലേബർ എഫിഷ്യൻസി, നമ്മൾ പ്ലാൻ ചെയ്തത് ഇത്ര മണിക്കൂറിന്റെ ഉള്ളിൽ പണി തീർക്കണം എന്നാണ്, ആക്ച്വൽ എത്ര മണിക്കൂറിന്റെ ഉള്ളിൽ പണി തീർന്നു, അത് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ഐഡിയൽ ടൈം വാരിയൻസ്. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് വെക്കണം. എന്താ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം മെഷീന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു, അല്ലെങ്കിൽ പവർ ഫെയിലിയർ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ ഉദ്ദേശിച്ചത്ര മെറ്റീരിയൽസ് അവിടെ ഇല്ല പ്രൊഡക്ഷൻ നടത്താറുണ്ട്, അങ്ങനെയൊക്കെ കാരണം എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ മുടങ്ങുമല്ലോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, അവിടെ വെറുതെ അങ്ങനെ ഇരിക്കും. ആ സംഭവത്തെ എന്ത് പറയാ, ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഐഡിയൽ ടൈം വന്നാൽ എന്ത് കുറയും, പ്രൊഡക്ഷൻ കുറയില്ലേ, അപ്പൊ അതും കാണാനുണ്ടാവും. പിന്നെ ലേബർ മിക്സും വേരിയൻസ് കാണും. ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ലേബർ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു എന്താണ്, മറ്റോടത്ത് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് ഇല്ലേ, അതേപോലെ സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് മൈനസ് ആക്ച്വൽ ലേബർ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് എങ്ങനെയാ കാണുക, സ്റ്റാൻഡേർഡ് അവർ എത്ര മണിക്കൂർ പണി ചെയ്തു അല്ലെങ്കിൽ എത്ര ടൈം പണി ചെയ്തു ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. പിന്നെ ആക്ച്വൽ അവേഴ്സ്, ആക്ച്വൽ ലേബർ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ആക്ച്വൽ അവർ അല്ലെങ്കിൽ ടൈം ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇനി ലേബർ റേറ്റ് വാരിയൻസ്, ആക്ച്വൽ അവേഴ്സ് എടുക്കുക, റേറ്റ് പറയുന്നതുകൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇവിടെ ലേബർ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ലേബർ എഫിഷ്യൻസി ആകുമ്പോൾ ടൈമാണ് എടുക്കുക. പക്ഷെ ഇവിടെ ഈ ടൈം എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ടൈം തന്നെ എടുക്കുക. ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്ര സ്റ്റാൻഡേർഡ് ടൈമായി മൈനസ് ആക്ച്വൽ ടൈം. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ടൈം. ഇനി ഐഡിയൽ ടൈം കാണാൻ നമുക്ക് ഇത്ര മണിക്കൂർ വെറുതെ ഇരുന്നു എന്നൊക്കെ കാണുകയാണെങ്കിൽ ആ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് കൊടുത്താൽ മതി. ഇനി ലേബർ മിക്സ് വേരിയൻസ് കാണാനായിട്ട് ആക്ച്വൽ അവേഴ്സ് നമ്മൾ ഇത്ര മണിക്കൂർ കൊണ്ട് പണി തീർക്കുന്നു പറഞ്ഞാൽ ആക്ച്വൽ ഇത്ര അവറായി. അപ്പൊ രണ്ട് ഈക്വൽ ആണെങ്കിൽ, സ്റ്റാൻഡേർഡും ആക്ച്വലും ഈക്വൽ ആണെങ്കിൽ ഫോർമുല എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്. ഇനി ഡിഫറെന്റ് ആണെങ്കിലോ, ടൈം ടേക്കൺ ഫോർ ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്. ഇതുവരെയെങ്കിലും ചെയ്യാൻ പഠിക്കാം. ഞാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ല. ഈ ഫോർമുല പഠിച്ചോ, ഇത് ഈസിയാണ്. ലേബർ ഈൽഡ് വാരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് ആക്ച്വൽ പ്രൊഡക്ഷൻ. ഇനി അടുത്തത് പ്രോബ്ലം ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കാറില്ല, എന്നാലൊന്ന് പഠിച്ചു വെക്കുക. ഓവർഹെഡ് വാരിയൻസ് എന്താണ്? ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെലവിനെ, കോസ്റ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മെയിൻ ആയിട്ട് ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായിട്ട്, ഉൽപാദനവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കോസ്റ്റുകളെയാണെന്ന് പറയാം ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ, അതൊക്കെ. എന്നാൽ ഉൽപാദനവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചെലവുകളെ നമ്മൾ എന്ത് പറയും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. ഇതിന്റെ കൂട്ടത്തെയാണ് എന്ത് പറയാം, ഓവർ ഹെഡ് എന്ന് പറയും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ, ബോർഡുമായ ഇതില്ലേ, എന്തെങ്കിലും ഒരു സംഭവം ഉദ്ദേശിക്കുക. ഇപ്പൊ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ ടേബിളിന്റെ മെയിൻ മെറ്റീരിയൽ എന്താ, ലേബർ. മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വുഡ് അല്ലെ. ആ വുഡ് കൊണ്ട് പണിയെടുക്കുന്ന കാർപ്പൻറ്റർക്ക് എന്ത് ചെയ്യുന്നു, നമ്മളൊരു ക്യാഷ് കൊടുക്കുന്നു. അപ്പോൾ വുഡ് എന്നുള്ളത് ഡയറക്റ്റ് മെറ്റീരിയൽ. ആ ഡയറക്റ്റ് ലേബർ ആയിട്ട് ആര് വരും, കാർപ്പൻറ്ററുടെ വർക്ക് വരും. ഇനി അതിന്റെ അതേപോലെ ഇനിയിപ്പോ അതല്ല, പശ, ആണി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുമല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ടേബിളിന് ഇത്ര പശ, ഇത്ര ആണി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അല്ലേ? അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ചെലവുകളുണ്ട്. ഇതൊക്കെ വേറെയും കുറെ തൊഴിലാളികളെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഈ ഒരു ടേബിളിൽ കൊണ്ടുവരാൻ ഇത്ര ആളെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ അതൊക്കെയാണെന്ന് പറയാം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാ ഇൻഡയറക്റ്റുകളുടെയും ഒരു കളക്ഷനെയാണ് നമ്മൾ ഓവർ ഹെഡ് പറയുക. എല്ലാം കൂടി കൂട്ടിയാൽ ഓവർ ഹെഡ് എന്ന് പറയും. അപ്പോൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ടോട്ടലിനെ നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത ഓവർ ഹെഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും അത് സ്റ്റാൻഡേർഡും അതിന്റെ ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്. സെയിൽസ് വാരിയൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സെയിൽസ് ക്വാണ്ടിറ്റി, എത്ര രൂപയ്ക്ക് വിൽക്കാം, എത്ര യൂണിറ്റ് വിൽക്കാം എന്നുള്ളതും ആക്ച്വൽ വിറ്റഴിഞ്ഞതും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. നോക്കൂ, in a manufacturing concern the standard time fixed for month. സ്റ്റാൻഡേർഡ് ടൈം ഇതാ 8000 അവേഴ്സ് ഫിക്സ് ചെയ്തു. സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 2.25. അതായത് ഒരു മണിക്കൂറിന് 2.25 രൂപയ്ക്ക് പണിയെടുക്കുക. അങ്ങനെ എത്ര മണിക്കൂർ പണിയെടുക്കണം? 8000 അവേഴ്സ് പണിയെടുക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 50 വർക്കേഴ്സ് പണിയെടുത്തു. ആവറേജ് ഒരു ദിവസം ആവറേജ് വർക്കിംഗ് ഡേയ്സ് ആണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു മാസത്തിൽ 25 ദിവസം അവർ പണിയെടുത്തു. ഒരാള് എത്ര ദിവസം പണിയെടുക്കുന്നുണ്ട്? 7 മണിക്കൂർ പണിയെടുക്കണ്ട. 50 പണിക്കാര് 7 മണിക്കൂർ വെച്ച് 25 ദിവസം പണിയെടുത്തു. അപ്പൊ എത്ര ഉണ്ടായിരിക്കും ആക്ച്വൽ ടൈം? 50 × 25 × 7 8750. നമ്മൾ പ്ലാൻ ചെയ്തത് എത്ര മണിക്കൂർ കൊണ്ട് പണി തീർക്കണം എന്നായിരുന്നു? 8000 മണിക്കൂർ കൊണ്ട്. ആക്ച്വൽ നമുക്ക് എത്ര മണിക്കൂർ വന്നു? 8750 മണിക്കൂർ വന്നു. ഇനി ഓരുടെ ബില്ല്, ഓർക്ക് എത്ര ബില്ല് വന്നു? 21875 രൂപ വന്നു. അത് മൊത്തത്തിൽ ഒരു മാസത്തെ ബില്ലല്ലേ? നമുക്ക് ഒരു മണിക്കൂറിന് എത്ര കിട്ടണം? കാരണം സ്റ്റാൻഡേർഡ് അവറിന് ഇവിടെ നമ്മൾ റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ ആക്ച്വൽ റേറ്റ് പെർ അവർ കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് മൊത്തം വന്ന ബില്ല് 21875 ഡിവൈഡഡ് ബൈ ആക്ച്വൽ എത്ര അവർ വന്നു? 8750. അപ്പൊ 2.5 2.25 സ്റ്റാൻഡേർഡും വന്നു, ആക്ച്വല് 2.5. ഇനി ലേബർ കോസ്റ്റ് വാരിയൻസ് ആണ്. ലേബർ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് മൈനസ് ആക്ച്വൽ ലേബർ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് ടൈം 8000 ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ 2.25. ആക്ച്വൽ ടൈം എത്രയാ? 8750 × 2.5. അങ്ങനെ കാണാം. അഡ്വേഴ്സ് ഒക്കെ എഴുതുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇനി ലേബർ റേറ്റ് വേരിയൻസ്, റേറ്റ് ആകുമ്പോൾ ഉള്ളിൽ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്, ആക്ച്വൽ ടൈം ബ്രാക്കറ്റിന്റെ പുറത്ത് 8750 പിന്നെ ഇത് ചെയ്തു. ഇനി അടുത്ത ലേബർ എഫിഷ്യൻസി. ലേബർ എഫിഷ്യൻസി എത്രയാണ് വരുന്നത്? റേറ്റ് പുറത്തു വന്നു, സ്റ്റാൻഡേർഡ് ടൈം ആക്ച്വൽ ടൈം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, ഒന്നും കൂടി വായിച്ചു നോക്കാം. എന്തായിരുന്നു? ദർ വാസ് എ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഡ്യൂ ടു പവർ ഫെയിലിയർ, ഐഡിയൽ ടൈം. അതായത് കറണ്ട് പോയത് കാരണം നമുക്ക് 100 മണിക്കൂർ പണി നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു മാസത്തിൽ മൊത്തത്തിൽ കേട്ടോ. അപ്പൊ ഐഡിയൽ ടൈം എത്രയുണ്ട്? 100 മണിക്കൂർ. 100 മണിക്കൂറും സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാ? 2.4. ഐഡിയൽ ടൈം വാരിയൻസ് കണ്ടെത്തി. ഇനി നോക്കൂ, സ്റ്റാൻഡേർഡ് ലേബർ അവേഴ്സും ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ എ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ്. എ എന്ന പ്രൊഡക്റ്റ് അത് ഉണ്ടാക്കാൻ എത്ര തരം വർക്കേഴ്സ് വേണം? സ്കിൽഡ് വർക്കേഴ്സ് വേണം, അൺസ്കിൽഡ് വർക്കേഴ്സ് വേണം, സെമി സ്കിൽഡ് വർക്കേഴ്സ് വേണം. ഇവരെത്ര ഒരു മണിക്കൂറിൽ ഇവരെത്ര മണിക്കൂർ പണിയെടുക്കണം? 5 മണിക്കൂർ പണിയെടുക്കണം. ഇവർ 8 മണിക്കൂർ, ഇവർ 4 മണിക്കൂർ. ഇവർക്ക് ഒരു മണിക്കൂറിന് 1.5 രൂപ, ഇവർക്ക് 0.5, ഇവർക്ക് 0.75. ഇവര് ടോട്ടൽ എത്രയാ തന്നിട്ടുണ്ട്? ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഇത് ആക്ച്വലും തന്നിട്ടുണ്ട്. ഇനി ലേബർ കോസ്റ്റ് വാരിയൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ലേബർ കോസ്റ്റ് മൈനസ് ആക്ച്വൽ ലേബർ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്കിൽഡ് വർക്കേഴ്സിന്റെ നോക്കൂ, ഇവരുടെ ടൈം നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇവരുടെ ടൈം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? സ്കിൽഡ് വർക്കേഴ്സ് എത്ര മണിക്കൂർ പണിയെടുത്തു? 4500 മണിക്കൂർ പണിയെടുത്തു.
ഇവര് 10,000 മണിക്കൂർ പണിയെടുത്തു, ഇവര് 4,200 മണിക്കൂർ പണിയെടുത്തു. അപ്പൊ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? 1000 യൂണിറ്റ്. 1000 യൂണിറ്റിന് സ്കിൽഡ് വർക്കേഴ്സിന് എത്ര മണിക്കൂർ പണിയെടുക്കണമായിരുന്നു? 500. അതാണ് സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കി? 1000 യൂണിറ്റ്. അതിന് എത്ര മണിക്കൂർ വന്നു? 5 മണിക്കൂർ ഇവർക്ക്. അപ്പൊ 1000 × 5 5000. അങ്ങനെ ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ടൈം കണ്ടെത്തുക. സ്റ്റാൻഡേർഡ് ടൈം കണ്ടെത്തുക. കാരണം ആക്ച്വൽ ടൈം ഇവിടെ തന്നിട്ടുണ്ട് 4500, 10,000, 4200. ഇനി സ്റ്റാൻഡേർഡ് ടൈമും കൂടിയാണ്. സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെ കണ്ടെത്തുക? ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇവര് എത്ര മണിക്കൂർ എടുക്കും? 5 മണിക്കൂർ വെച്ചിട്ട് 1000 × 5. ഇവര് 1000 × 8. ഇവര് 1000 × 4. ഓക്കെ. അപ്പൊ നമ്മളത് കണ്ടെത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് വാരിയൻസ് കാണുക. സ്കിൽഡ് വർക്കേഴ്സിന്റെ ഓരോ മൂന്നിന്റെയും കാണണം കേട്ടോ. സ്കിൽഡിന്റെ ആണെങ്കിൽ 5000, സ്റ്റാൻഡേർഡ് 5000 × 1 മണിക്കൂറിന് 1.5 വെച്ചിട്ട്. ഇവർക്ക് 4500 നമ്മളിവിടെ കണ്ടില്ല. 4500 × എത്ര രൂപ വെച്ചിട്ട്? 2 രൂപ വെച്ചിട്ട്. അത് കണ്ടു. അൺസ്കിൽഡിന്റെ 8000 ആണ്, × 0.5 ആണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. മൈനസ് ഇവിടെ 10,000, 10,000 × 4.5. മേലെ 4000 ഉണ്ടായിരിക്കും. സെമി സ്കിൽഡിന്റെ × 0.75, 4200 × 0.75. കണ്ടിട്ട് 2150 ടോട്ടൽ ചെയ്യുക. അഡ്വേഴ്സും ഫേവറബിളും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ അഡ്വേഴ്സ് ആണ്. 1500, 2000, 2150 എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ചിലപ്പം നെഗറ്റീവും പോസിറ്റീവും വരും. അപ്പൊ കുറയ്ക്കേണ്ടത് കുറയ്ക്കുക കേട്ടോ. ദെൻ ലേബർ റേറ്റ് വേരിയൻസ്. ആക്ച്വൽ ടൈം × സ്റ്റാൻഡേർഡ് റേറ്റ് × ആക്ച്വൽ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇവിടെ ഇൻറ്റു ഇട്ടിട്ടുണ്ട്, അത് ഇതാണ് എറർ ആയിരിക്കും. ആക്ച്വൽ ടൈം × സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ആണ്. അപ്പോൾ ഓരോന്നിന്റെ കാണണേ. സ്കിൽഡിന്റെ കാണുക 4500 × സ്റ്റാൻഡേർഡ് റേറ്റ് 1.5 മൈനസ് 2. അൺസ്കിൽഡ് ആണെങ്കിൽ 4200, 0.75 മൈനസ് 0.75. സെമി സ്കിൽഡ് 1000 × 0.5 മൈനസ് 0.45. ഇനി അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ടും കൂടി കാണും. ലേബർ മിക്സ്. ലേബർ മിക്സ് കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെ ഓരോരുത്തരുടെയും കാണണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആക്ച്വൽ അവറും സ്റ്റാൻഡേർഡ് അവറും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. ആക്ച്വൽ അവർ ഇത് നോക്കൂ എത്രയുണ്ട്? 4500, 10,000 × 4. അപ്പൊ എത്രയായി? 10ഉം 18, 18ഉം 7 അല്ലെ? 18,700. 18,700 അല്ലേ വരുന്നത്. മറ്റേത് എത്ര വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. ഇവിടെ ഇവരുടെ സ്റ്റാൻഡേർഡ് നോക്കിയാൽ 8ഉം 4ഉം 12ഉം 12ഉം 5ഉം 17 അല്ലേ? അതാണ് വരുന്നത്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് തമ്മിൽ വ്യത്യാസം ഉള്ളത് കാരണം മിക്സ് ഏത് ഉപയോഗിക്കണം? സ്റ്റാൻഡേർഡ് റേറ്റ് × റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ഓഫ് ആക്ച്വൽ മൈനസ് ആക്ച്വൽ മിക്സ്. അപ്പൊ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് കാണണം. എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് മിക്സ്. സ്റ്റാൻഡേർഡ് മിക്സ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റേറ്റ് × സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ബൈ ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സ് × ടോട്ടൽ ആക്ച്വൽ അവേഴ്സ്. അപ്പൊ ആദ്യം സ്കിൽഡിന്റെ കണ്ടു. ഓരുടെ സ്റ്റാൻഡേർഡ് മിക്സ്. സ്റ്റാൻഡേർഡ് മിക്സ് ഇനി നിങ്ങൾ സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെയാണ് 5000 അല്ലെ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് × സ്റ്റാൻഡേർഡ് കോസ്റ്റ് × സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 5000 ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സ് 17,000 ആണ്. ടോട്ടൽ ആക്ച്വൽ അവേഴ്സ് എത്ര വരുന്നത്? 18,700 ആണ് വരുന്നത്. ഇനി അതുപോലെ എന്ത് ചെയ്യുക? അൺസ്കിൽഡിന്റെ കാണുക. സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ എന്നുള്ള ആ ഫോർമുല ഉപയോഗിച്ചിട്ട് സെമി സ്കിൽഡിന്റെ എല്ലാം കാണുക. കണ്ടിട്ട് പിന്നെ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ലേബർ എഫിഷ്യൻസി ആണ്. ലേബർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റേറ്റ് × സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അത് നമ്മൾ ഇതൊക്കെ കണ്ടുവച്ചാണ്. സ്റ്റാൻഡേർഡ് റേറ്റ് ആദ്യത്തെ 1.5 മറ്റേ 0.5 ആണ്, മറ്റേ 0.75 ആണ്. സ്റ്റാൻഡേർഡ് ടൈം 5000, 8000 തുടക്കത്തിൽ കണ്ടു. അതിൽ നിന്ന് ആക്ച്വൽ ടൈം കുറച്ചിട്ട് ഇതെല്ലാം ഓരോന്ന് കാണുക, സെപ്പറേറ്റ് കണ്ടിട്ട് പിന്നെ പ്ലസ് ചെയ്യുക.
അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ശരിക്കും മനസ്സിലാക്കുക, ഓരോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതില് ഫോർമുല പഠിക്കുക എന്നുള്ളതാണ്. ഫോർമുല പഠിച്ചാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ PDF ഫയൽ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു.